പാചകവും പഠിച്ചെങ്കിലും ഒന്ന് മാത്രം അന്ന് ഇന്നും ഭയമാണ് കേട്ടോ. വേറൊന്നുമല്ല കേട്ടോ, നമ്മൾ ഈ ചോറ് വാർക്കുമ്പോഴേ നമുക്ക് ഭയങ്കര പേടി ഉണ്ടാവാറുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം 2 വർഷമായിട്ട് അച്ഛനമ്മ മാറി മാറിയാണ് കേട്ടോ ചോറ് വാർക്കുക. ഇന്നലെ ഞാൻ വാർത്തതിൻ്റെ ഒരു പരിവാണ് എൻ്റെ കൈക്ക് കാണുന്നത്. ജസ്റ്റ് ഒന്ന് ചോറ് വാർക്കുമ്പോൾ തെന്നിപ്പോയിട്ടുണ്ടായി ടൈൽസ് ആയതുകൊണ്ട്. അപ്പോൾ കയ്യിലായിരുന്നു മൊത്തം മറിഞ്ഞത്. കിട്ടിയ പേസ്റ്റ് എടുത്ത് തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഒത്തിരി വഴക്ക് പറഞ്ഞു, എന്തിനാ പേസ്റ്റ് ഇട്ടേന്നൊക്കെ ചോദിച്ചു. പൊള്ളിയില്ലേന്നൊക്കെ പറഞ്ഞു കേട്ടോ. കൂടുതൽ പൊള്ളി എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരു ടീറ്റ് അടിച്ച് നമ്മൾ നേരെ പോയി ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ചേച്ചിയുടെ മോൾക്ക് എക്സാമാണ്, അപ്പം മോളെ കൂട്ടാനും കൂടി പോയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര നീറ്റിലായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴാണ് ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു. ചേച്ചീൻ്റെ അവിടെയുള്ള അടുത്തുള്ള കടയിൽ പോയി ഞങ്ങൾ സാധനം വാങ്ങിച്ച് തിരിച്ച് വന്നപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. കാരണം വെച്ചാൽ അമ്മയും മോളും കൂടി പണ്ട് നമ്മളാക്കി കളിക്കുന്ന ആ ഒരു ഓലപ്പാമ്പൊക്കെ ഉണ്ടാക്കി കളിക്കുവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറി വീട്ടിലേക്ക് വന്നു. ക്രിസ്മസ് മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കേക്ക് ആയിരിക്കും. അങ്ങനെ ചേച്ചി ഞാൻ കേക്കും കൂടെ വാങ്ങി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു. പക്ഷേ എൻ്റെ വേദനക്ക് ഒരു കുറവില്ല കേട്ടോ.